എന്ത് വന്നാലും ഞാൻ അതിനപ്പുറം മറികടക്കും എന്നുള്ളൊരു തീരുമാനം എനിക്ക് എപ്പോഴും എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതെല്ലാം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്കുണ്ട്. അപ്പൊ ഇനി ശ്രീ എന്ത് കാണിച്ചാലും അത് ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അത് അത്തരം ഇപ്പൊ എന്റെ വീട്ടിൽ വളർന്ന ഒരാളല്ല പുള്ളി. എന്റെ വീട്ടിൽ തന്നെ വളർന്ന ഞാനും ചേച്ചി രണ്ട് സ്വഭാവമാണ്. ചേച്ചി വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളും ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ഒരേ വീട്ടിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെ വേറൊരു വീട്ടിൽ വളർന്ന ആള് എന്നെ പോലെ ആണെന്ന് ഞാൻ ശടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്റെ ഇഷ്ടം ഇതാണ്, എനിക്കിഷ്ടമില്ലാത്തത് ഇതാണ് എന്ന് ഞാൻ തുറന്നു പറയും. അപ്പം മനസ്സിലാവൂല. അതാണ് അവിടുത്തെ കാര്യം. അതല്ലാതെ വേറെ മാജിക് പരിപാടികളൊന്നുമില്ല. കരിയറിന്റെ കാര്യത്തിൽ, അതായത് നമ്മൾ എടുക്കുന്ന വർക്കുകൾ, ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ടുള്ള ക്രിറ്റിസിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്? അതുണ്ട്. അത് വളരെ വളരെ എനിക്കത് ഭയങ്കര സപ്പോർട്ടുമാണ്. കാര്യം എനിക്ക് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ചെയ്യാൻ ഉള്ള ഇത് പുള്ളി തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പം നീ എന്തിനാ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത്ര മണിക്ക് ഇവിടെ വരണ്ടേ, അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ഫീൽഡ് ഇതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഷൂട്ടായിരിക്കും. അപ്പൊ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം. രണ്ടുപേരുടെ സൗകര്യം മാത്രമല്ല, അവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. പിന്നെ ഇപ്പൊ മറിമായൊക്കെ കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ട് അഭിപ്രായം പറയാറുണ്ട്. അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല, അങ്ങനെ ചെയ്തു നോക്കൂ, അതെല്ലാം പറയാറുണ്ട്. പിന്നെ ഒന്നിനും എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇപ്പൊ എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ഓസ്കി എന്നാണ് അതിന്റെ പേര്, ഓസ്കി ഡിസൈൻസ് എന്നാണ്. അപ്പൊ അത് ചെയ്യട്ടെ, വേണ്ട നിനക്ക് സമയമില്ലല്ലോ, നീ ചെയ്യണ്ട, അതല്ല, ചെയ്തോ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്തോ, ഓക്കെ അല്ലേ. ഉപ്പുമുളക് സീരിയലിലെ ഒരു നടി ആ സീരിയലിൽ തന്നെയുള്ള ബാലുവിനെതിരെയും ആ സീരിയലിൽ തന്നെ അഭിനയിക്കുന്ന SP ശ്രീകുമാറിനെതിരെയും പരാതി കൊടുത്തു എന്ന രീതിയിലാണ് ഈ സംഭവം പുറത്തു വരുന്നത്. ബിജോ സോപാനത്തിനെതിരെയും SP ശ്രീകുമാറിനെതിരെയുമായിരുന്നു ഈ പരാതിയുടെ തുടക്കം. ഇവരിൽ ഒരാൾ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തി എന്ന നിലയ്ക്കുമായിരുന്നു പരാതി എത്തിയത്. ഈ താരങ്ങളുടെ കുടുംബങ്ങൾക്ക് നേരെയും വളരെയേറെ രീതിയിൽ പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹ വളരെയേറെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള സീരിയലിലും സിനിമകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയാണ്. ഇവരിപ്പോൾ അമ്മയും കൂടിയാണ്. ഇരുവരുടെയും വിവാഹം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. നിരവധി വിവാദങ്ങൾ ഇവരുടെ വിവാഹത്തോടെ ഉണ്ടായെങ്കിലും പിന്നീട് ഒത്തൊരുമിച്ച് പോകാൻ തീരുമാനിച്ച് ഇവർ സന്തോഷത്തോടെ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. ശ്രീകുമാറിനെതിരെ വാർത്ത എത്തിയതോടെ ഭർത്താവ് പെട്ടുവല്ലോ എന്ന തരത്തിലാണ് ശ്രീകുമാറിനെ കുറിച്ച് സ്നേഹയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളൊരു ന്യൂസ് എങ്ങനെയാ അറിഞ്ഞു ശരിക്കും? അത് ഒരു 12 ആഴ്ചയൊക്കെ ആയപ്പോഴാണ് അറിഞ്ഞത്. മറിമായത്തിന്റെ ലൊക്കേഷനിൽ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു നെഞ്ചെരിയും പോലെ തോന്നി. അപ്പൊ എനിക്ക് പിറ്റേ ദിവസം ദുബായിക്ക് പോകാനുള്ളത് കൊണ്ട് ദുബായി പോയി പട്ടിണി കിടക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോയിട്ട് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർക്ക് എന്നെ കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നു. അപ്പോഴേക്കും റിസൾട്ട് കിട്ടിയപ്പോ പ്രഗ്നന്റ് ആണ്, പോസിറ്റീവ് ആണ്. ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? ചേട്ടനെ ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു. ഞാൻ ഷൂട്ടിലായിരുന്നു, അപ്പൊ ചേച്ചി വിളിച്ചു പറഞ്ഞു, അങ്ങനെ അറിഞ്ഞു. അപ്പൊ ചേട്ടൻ എന്താ പറഞ്ഞു? അപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ചേട്ടൻ? ഇല്ല, ഒന്നും മിണ്ടില്ല. അതെന്താ സന്തോഷം കൊണ്ട് അങ്ങ് സ്റ്റക്ക് ആയി പോയി കാണുമല്ലേ? അല്ലേ? മാത്രമല്ല, ഷൂട്ട് നടക്കുകയായിരുന്നു. ഞങ്ങള് ലേപ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്, ലൈവ് റെക്കോർഡിംഗ് ആണ്. അപ്പൊ മിണ്ടാൻ പാടില്ലല്ലോ, നമ്മള് റെക്കോർഡ് ചെയ്യുന്ന പോലെ സൈലന്റ്. അതുകൊണ്ടാണ് കേട്ടോ ഒന്നും മിണ്ടാൻ പറ്റാൻ. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ ഇപ്പൊ അവിടെ കിടന്ന് വിളിച്ച് തിമിർത്തേനല്ലേ? അതെ, കൂവേനെ.